കഴുത്ത് വല്ലാണ്ട് കറക്കുന്നുണ്ട്. തന്നെയോ? വെളുക്കുന്നുണ്ട് ഇപ്പം. അതിനാ മാങ്ങാത്തുള്ളി കാണിച്ചിട്ട് ക്രീം തേച്ചിട്ട്. എൻ്റെ അതെ കുടുംബം ക്രീം തേച്ച് കുടുംബം വെളുക്കുന്നുണ്ട്. അതെങ്ങനെ വേപ്പ് തേച്ചിട്ടാവാ? പണ്ട് പോലീസിലെങ്ങാനും വരുന്നു. അല്ലെ, അവിടെ എന്താ ഉദ്ദേശം? കവി എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നോക്കുന്നത്. ആലോല പോജ എന്താ ആലോല പോലെ ഭോഗങ്ങൾ തേടുന്നു. അതിനകത്ത് കഷ്ണമുണ്ടേ. കുലുക്കി എന്റെ ചട്ടിങ്ങാനും താഴെ ഇട്ടാല രമണ. ആ മുഖത്തൊരു 500-ന്റെ ബൾബ് കത്തിരി പ്രസരിപ്പ. ജേട ഇങ്ങ് വയ്ക്കടി. അമ്മേ ഇതിനെ മണ്ട തവി വെച്ച പാത്രം പാല് ചാടിപ്പോകെന്ന് പറഞ്ഞ എല്ലാം വരെ വിളി 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 വിളി. എന്റെ ദൈവമേ, സത്യം ഈ പാലും പാത്രത്തിന് എന്തോ പ്രശ്നമുണ്ട് ജസ്റ്റ്. എനിക്ക് വേണ്ട. പിന്നെ രാവിലെ പല്ലുപോലെ തേച്ചില്ല, വായിലോട്ട് ചോറ്. അതൊക്കെ ഞാൻ സ്റ്റാൻഡേർഡാ. ഞങ്ങൾ തറവാടികളാ, പല്ല് തേക്കാതെ ചോറുണ്ട് ചില ബാക്കി. ഒന്ന് കാണിച്ചേ ആ ചട്ടിക്കകത്ത്. എന്നാ ഞാൻ മീൻ കറി തീർത്തുമ്പോ ചട്ടി തരാമല്ലോ. അങ്ങനെ ഒന്നും വിളിച്ചാ വരികയില്ലേ. ഇത് കാച്ചിമോരിന്റെ പാത്രമായുണ്ട്. അത്രക്ക് ഇഷ്ടമാണോ കാച്ചിമോർ? എന്നാ ഈ വടിച്ചു നോക്കി കഴിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഭാര്യയെ അടിപൊളി അടി ഇതിന്റെ കാച്ചിമോര്. നീ കാച്ചത് അടിപൊളിയാന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ വടിച്ചതൊക്കെ കാണും പറയാം. ഇഷ്ടമില്ലാഞ്ഞിട്ട് കഴിക്കുന്നതാണ്. നിർബന്ധിച്ചില്ലായിരുന്നല്ലോ. എനിക്കും ഇഷ്ടം ഭർത്താവ് ഇങ്ങനെ ഉണ്ടാക്കി തരുന്നൊക്കെ വടിച്ചു നോക്കി കഴിക്കാൻ. പക്ഷെ യോഗയില്ല അമ്മണിയെ. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാനുണ്ട് ബോട്ടിൽസ്. വേണ്ട മുതൽ ഞാൻ പല്ല് തേച്ചില്ല. അല്ല, ഞാൻ പല്ല് ഇപ്പൊ തേച്ചതേ ഉള്ളൂ. എനിക്ക് പല്ല് തേച്ച ഉടനെ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമില്ല. ബ്രഷ് ചെയ്ത ഉടനെ വായിക്കാത്തൊരു പുളിപ്പല്ലേ. കൊതിയൊന്നും കിട്ടുമൊന്നുമില്ല. അല്ലെ തന്നെ എനിക്കറിയാം ഞാൻ ഉണ്ടാക്കുന്ന കറിക്കൊക്കെ എന്നാ ടേസ്റ്റാന്ന്. ഇച്ചിരി വേണോ? വയറും മനസ്സും നിറഞ്ഞോ? ജസ്റ്റ് അവിടെ ഇരുന്ന് കഴിക്കുക. ജസ്റ്റ് ക്യാമറമാൻ വേണുവിനോടൊപ്പം ലിറ്റി തോമസ്, അല്ല ലിറ്റി ജസ്റ്റിൻ. നല്ല ഈ സന്തോഷത്തിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വാങ്ങിക്കണേ. പാത്രത്തിനകം നോക്കുന്നു. ഹാപ്പിയാണോടാ? ഹാപ്പി ആയോ? ചമ്മതിനുണ്ടെന്ന് പൊളിച്ചാനെ അല്ലേ? ആ തീർന്നു. എനിക്കറിയില്ല. എന്നാ ഉണ്ടായിരുന്നായിരിക്കും. തീർന്നായിരുന്നോ? ചെറുപ്പത്തിൽ ഇങ്ങനെ അടുക്കളയിൽ പോയി കഴിച്ച നൊസ്റ്റ് വരുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യ്. കാപ്പി കപ്പിന് ഒരു സ്പഞ്ച്, പാത്രത്തിന് ഒരു സ്പഞ്ച്, മീൻ പാത്രങ്ങൾക്ക് വേറൊരു സ്പഞ്ച് എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചോ. സാറ് കഴുകാൻ വരുമ്പോ അങ്ങനെ കഴുകിക്കും. ഇപ്പൊ ആദ്യമേ ഉണ്ടല്ലോ, ആ പാത്രം അല്ലായിരുന്നല്ലോ അങ്ങനെ കഴുകണ്ടേ. പ്ലാസ്റ്റിക് കഴുകിയാ പോരായിരുന്നു മറ്റേത്. മണം വരും, മണം വരും. ഇത് വല്ല വെജിറ്റേറിയൻ ആണോ വേണ്ടില്ല, നോൺ വെജും കഴിക്കുന്നതല്ലേ. ഇനി എത്ര ഉളുമാറ്റമൊന്നും എനിക്ക് നോക്കിയിട്ട് കണ്ടില്ല. അതാ പറഞ്ഞ ഇവിടെ ഉണ്ടല്ലോ, ചെയ്യാലോ, വന്നെങ്കിൽ ചെയ്തു. അയ്യോ എന്റെ ഇപ്പൊ അപ്പയാ ചെയ്യുന്ന സംഭവം. ഇവിടെ വൃത്തികെട്ടവനെ. ആദ്യം നമ്മള് ഉളുമ്പ് മണമുള്ള പാത്രങ്ങളല്ല കഴുകണ്ടേ. ആദ്യം നമ്മൾ അല്ലാത്ത പാത്രങ്ങൾ കഴുകണം.
എന്റെ പൊന്നെ, ഞാൻ കാപ്പിക്കപ്പൊക്കെ ആദ്യം കഴുകുന്ന പാത്രങ്ങൾ. ഇന്നലെ ഞാനൊട്ട് മീനൊട്ട് ഉണ്ടാക്കിയിട്ടും കൂടെ ഇല്ല. മീൻ ഉണ്ടാക്കിയെന്നല്ല, മീൻ കഴിച്ചിട്ട് കെട്ടിയവന്മാരടുത്ത് ജീവിക്കുന്ന ഭാര്യമാരിലാണ് പല ക്രിമിനൽ വാസനകളും വളർന്നു വരുന്നത്. ആ പാത്രം എടുത്ത് തലക്കടിക്കാൻ എനിക്ക് പല പ്രാവശ്യം തോന്നാം. തോന്നും. ജസ്റ്റ് നേരത്തെ നീ ശരിക്കും കേരള പോലീസിലായിരുന്നോ? പട്ടി സർവീസിൽ മണത്ത് കണ്ടുപിടിക്കുമല്ലോ. അത് കാച്ചിമോരിന്റെ അടപ്പല്ലേ മുത്തേ?